സ്വന്തം സുഹൃത്തിനോ സ്വന്തം ബന്ധുവിനോ സ്വന്തമായിട്ടുള്ള ഒരു സഖാവിനോ ഒക്കെ ഒരു പീഡന കേസിൽ പ്രതിയാകേണ്ടി വന്നാൽ ആ പീഡന കേസിൽ പെട്ട പ്രതിയെ എല്ലാ തരത്തിലും പൊതിഞ്ഞ് സംരക്ഷിക്കാൻ പിണറായി സർക്കാരിന് അറിയാം. എന്നാൽ ഏതെങ്കിലും ഒരു ചെറിയ പെറ്റി കേസിൽ പെട്ടുപോകുന്ന ഒരു സാധാരണക്കാരനാണെങ്കിൽ അവന്റെ വീട് വളയും, അവനെ റെയ്ഡ് ചെയ്യും, അവനെ ഏതറ്റം വരെ പോയി ദ്രോഹിക്കാമോ അതിനത്രയും വരെ ദ്രോഹിക്കും. അത് തന്നെയാണ് ഈ സർക്കാർ, അതായത് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന സർക്കാർ എന്ന പ്രതിജ്ഞയോടുകൂടി ഭരണത്തിലേറിയ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധ സമരത്തിന്റെ വാർത്തകൾ ഇപ്പോൾ കൊല്ലത്തു നിന്ന് പുറത്തു വരികയാണ്. പീഡന കേസ് പ്രതി പിണറായിയുടെ കൂട്ടുകാരനെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല. ഈ ചോദ്യം ഇപ്പോൾ കൊല്ലത്തെ സമരക്കാർ മുദ്രാവാക്യങ്ങളായി ഉറക്കെ വിളിക്കുകയാണ്, ചോദിക്കുകയാണ്. ഗർഭിണിയായ യുവ അഭിഭാഷകയെ പീഡിപ്പിച്ച പിണറായിയുടെ സുഹൃത്തും ബാർ അസോസിയേഷൻ നേതാവുമായ ഷാനവാസ് ഖാന്റെ അറസ്റ്റിനായി കൊല്ലത്ത് BJP യുവമോർച്ച സമരം ശക്തമാകുന്നു. പോലീസ് സ്റ്റേഷൻ വളയുന്നു. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാമഭദ്രൻ ചേരുകയാണ്. ഇന്ന് BJPയുടെ കൊല്ലത്ത് ജനരോക്ഷം ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്ന് കളക്ട്രേറ്റിന് സമീപമുള്ള വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെ യുവസംഘടനയായ യുവമോർച്ച വളരെ പ്രക്ഷോഭത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്നത് പരിപാടി ഇവിടെ ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുമെങ്കിലും ഇത്രയും ദിവസമായിട്ട് ഒരു കൊല്ലം ജില്ലയിലെ യുവ അഭിഭാഷകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇത്രയും നാളായിട്ട് പിണറായി പോലീസ് ഒരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ യുവാക്കളെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിന് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ രോഷാകുലരായിട്ടാണ് ഇന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഇനി വരും നാളുകൾ ഉടനെ തന്നെ ഇത് നടപടി എടുത്തില്ലെങ്കിൽ ഇതിന്റെ യുവജന സംഘടനകളായ മഹിളാ മോർച്ച, അതേ കണക്ക് മറ്റ് മോർച്ചകളെല്ലാം തന്നെ ഈ സമരം ഏറ്റെടുക്കുമെന്നും ഇത് നോക്കുകുത്തിയാണ് കൊല്ലം ജില്ലയിലെ ജനങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ആയിരിക്കുകയാണ് പിണറായി വിജയന്റെ സ്വന്തക്കാരനായ പിണറായി വിജയന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാനെ ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അതിന്റെ ശിക്ഷാ നടപടികൾക്ക് ആരംഭിക്കാനോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തന്നെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇത് പിണറായി വിജയന്റെ കൈകളിലാണ് ഇദ്ദേഹം എന്നാണ് ഇവർ പറയുന്നത്. സ്വന്തം വീട്ടിലല്ല, ഇദ്ദേഹം ക്ലിപ്പ് ഹൗസിൽ ഉണ്ടോ എന്നാണ് ഇവരോട് ആരോപിക്കുന്നത് യുവമോർച്ചക്കാർ. അല്ലെങ്കിൽ ഇതെന്താണ് ഇദ്ദേഹത്തെ പിടിക്കാത്തത്? ഇത്രയും ഏത് സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു ജനങ്ങൾ കുറ്റം ചെയ്തിരുന്നാൽ അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ട നിയമ നടപടികളെയും സ്വീകരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്രയും സമർത്ഥനായ ഈ അഭിഭാഷകനെ കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന വാക്കായ ഈ ഷാനവാസ് ഖാനെ എന്തുകൊണ്ട് തൊടുന്നില്ല? പിണറായി വിജയന്റെ ക്ലിപ്പ് ഹൗസിലാണോ അദ്ദേഹം ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? എന്താണ് താമസം? ഇവിടുത്തെ കൊല്ലം ജില്ലയിലെ അഭിഭാഷകരും എല്ലാവരും അവർ ചോദിക്കുന്നത് എവിടെയാണ് അദ്ദേഹത്തിന് എന്ത് അൽഷിമേഴ്സാണ്? അടുത്ത ദിവസങ്ങളിലും കോടതി നടപടികളിൽ പങ്കെടുക്കുകയും കോടതി കേസ് വാദിക്കുകയും ചെയ്ത ഈ അഭിഭാഷകന് എന്ത് അൽഷിമേഴ്സാണ് വരാനുള്ളത്? ഞങ്ങളുടെ അറിവിൽ ഒരു അൽഷിമേഴ്സും ഇല്ല. എന്ത് രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച് തന്നെ ആയാലും അദ്ദേഹം ഇങ്ങനെ രക്ഷ നേടാൻ പോകുന്നില്ല. ഈ യുവ അഭിഭാഷകയ്ക്ക് നീതി കിട്ടും വരെ പോരാടും. പക്ഷേ ഇവിടെ BJPയുടെ യുവമോർച്ചയിലുള്ളവരെല്ലാം തന്നെ അവര് ഇതിനെന്താണ് പ്രതികരിക്കാതെ, എന്താണ് താമസം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവര് ഇവിടെ യുവാക്കളെല്ലാം ചേർന്ന് കൂടി ഇന്ന് BJPയുടെ പ്രക്ഷോഭ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ഇതിന് നീതി കിട്ടും വരെ BJPയും BJPയുടെ യുവമോർച്ചകളും എല്ലാം തന്നെ ഇതിന്റെ കൂടെ തന്നെ കാണും. ഈ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നിടം വരെ കൂടെ നിൽക്കണം. ഈ പിണറായി വിജയന്റെ ക്ലിപ്പ് ഹൗസിൽ ഒളിപ്പിച്ചിരുന്നാൽ തന്നെ ആയാലും ഇതിന് വേണ്ട നടപടികൾ എടുക്കണം, ജനങ്ങളെ വിഡ്ഢികളാക്കരുത് എന്നാണ് ഇവിടുത്തെ യുവമോർച്ചയിലെ യുവാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത്. യുവാക്കളെല്ലാം തന്നെ ഇവിടെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരെ ബാരിക്കേഡ് തകർത്ത് അകത്ത് കയറാൻ നോക്കി. പക്ഷേ അവിടെ വലിയ പോലീസ് സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അതിനു വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്ത എന്താണ്? ഈ കൊല്ലത്തെയല്ല ജനങ്ങളെല്ലാം ഈ പിണറായി വിജയൻ വിഡ്ഢികളാക്കുകയാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. എന്തായാലും യുവമോർച്ചയുടെ ശക്തമായ പ്രക്ഷോഭമാണ് നടക്കുന്നത്. ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് ഏത് സ്ത്രീകളെയും കടന്നു പിടിക്കാനും അവരോട് ഉപദ്രവിച്ചാലും ഇവിടെ ഒരു നിയമമില്ലേ? എന്താണ് താമസം എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ക്ലിപ്പ് ഹൗസിൽ ഇരിക്കുകയാണോ ഈ ഷാനവാസ് ഖാൻ? എന്തായാലും യുവാക്കളെല്ലാം തന്നെ വളരെ പ്രക്ഷോഭത്തിലാണ്. അവര് നീതി കിട്ടും വരെ ഇത് പോരാടും. അതിനുവേണ്ടി അവർ ഇന്ന് മുതൽ അവര് ഇതിനെന്താണ് കാരണം എന്നുള്ള അടുത്ത സമര പരിപാടികളിലേക്ക് പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ BB തോമർ സാർ, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളെ, വ്യാപാരി വ്യവസായികളെ, നല്ലവരായ മാധ്യമ പ്രവർത്തകരെ, ഭാരതീയ ജനതാ യുവമോർച്ച
ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി. അദ്ദേഹത്തിന്റെ പേര് ഈ ഷാനവാസ് ഖാൻ എന്നാണ്. 73 വയസ്സുണ്ടെന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. ആ 73 വയസ്സുകാരനായിട്ടുള്ള ഈ ഷാനവാസ് ഖാൻ ഒരു ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകയോട് വളരെ അശ്ലീലവും അതുപോലെ തന്നെ നിന്ദ്യമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വീടൊക്കെ ഇഷ്ടപ്പെട്ടോ, എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല, കയ്യിലിരിപ്പ് കണ്ടാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ, അപ്പോൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഈ ഒരു സന്ദർഭം മോശമാവുമെന്ന് തോന്നുന്നുണ്ടായിട്ട് മാറിപ്പോകാൻ ശ്രമിച്ച ആ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും എനിക്കൊരു ഉമ്മ തന്നൂടെ എന്നുള്ള രീതിയിൽ നെറ്റിയിൽ ഉമ്മ വെക്കുകയും ചെയ്തു. ഈ അഭിഭാഷകൻ